ഹലോ, ഫ്ലാറ്റ് ഫുട്ട് നോർമൽ ആണോ അതോ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണോ? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് സിംപ്ലി. വാട്ട് ഈസ് ഫ്ലാറ്റ് ഫുട്ട്? ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫുട്ടിൻ്റെ ആർച്ച്, അതായത് കാലിലുള്ള വളവ്, അത് കുറയുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റായി ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ബട്ട് ഈ ആർച്ച് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മെയിൻലി 3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ ആർച്ച് ഉണ്ടാവുന്നത്. ഒന്ന് ബോൺസ് ആ ഒരു കർവ് ഷേപ്പ് ഉണ്ടാക്കാനായിട്ടാണ് ബോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ലിഗമെൻറ്റ്സ്, ഈ ബോൺസിനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാനാണ് ലിഗമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ മസിൽസ് ആൻഡ് ടെൻഡൻസ്, എസ്പെഷ്യലി നമ്മുടെ പോസ്റ്റീരിയർ ടിബിയൽ മസിൽ ഈ ആർച്ചിനെ ആക്റ്റീവായി സപ്പോർട്ട് ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബോൺസ് ഷേപ്പ് തരും, ലിഗമെൻറ്റ്സ് സ്റ്റെബിലിറ്റിക്കാണ്, മസിൽസ് സ്ട്രെങ്ത്തിനും. ഇപ്പം നോർമലി ഈ ആർച്ച് നമ്മുടെ ബോഡിയിലെ വെയിറ്റ് ബാലൻസ് ചെയ്യാനും ഷോക്ക് അബ്സോർബ് ചെയ്യാനും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഫ്ലാറ്റ് ഫുട്ട് എന്ന കണ്ടീഷനിൽ വരുമ്പോൾ ഈ ആർച്ച് കൊളാപ്സ്ഡ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ആർച്ചയെ കാണില്ല. പോസ്റ്റീരിയർ ടിബിയൽ മസിൽസ് വീക്ക് ആവും, അല്ലെങ്കിൽ ഓവർ സ്ട്രെച്ച്ഡ് ആയിരിക്കും. ലിഗമെൻറ്റ്സ് ലൂസ് ആവും. നമ്മുടെ ഫുട്ട് ഓവർ പ്രൊണേറ്റഡ് ആയിരിക്കും. പ്രൊണേഷൻ എന്ന് പറയുമ്പോൾ കാലിങ്ങനെ ഉള്ളിലേക്ക് ഓവറായിട്ട് ബെൻഡ് ആയിട്ടിരിക്കും. ഇത് കാരണം നമുക്ക് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് നടക്കില്ല. അപ്പോൾ പ്രഷർ കൂടും. ഈ പ്രോബ്ലം വരുമ്പോൾ മസിൽസ് ഓവർ വർക്ക് ചെയ്ത് നമുക്ക് ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നോർമൽ ഫുട്ടിൽ വെയിറ്റ് ഇവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പക്ഷേ ഫ്ലാറ്റ് ഫുട്ടിൽ നമ്മുടെ ഹീലിൻ്റെ ആംഗിൾ റോങ് ആയിരിക്കും, കാൽമുട്ട് ഉള്ളിലേക്ക് ട്വിസ്റ്റ് ആയിട്ടിരിക്കും, ഹിപ്പും ലോവർ ബാക്ക് അലൈൻമെൻറ്റും വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ കൊണ്ട് നമുക്ക് ഫുട്ട് പെയിൻ ഉണ്ടാവാം, ഹീൽ പെയിൻ ഉണ്ടാവാം, നീ പെയിൻ ഉണ്ടാവാം, ആൻഡ് മോസ്റ്റ് ഓഫ് ദി കേസസ് ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെയാണ് ഫിസിയോതെറാപ്പി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ചലഞ്ച്, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് മസിൽ സ്ട്രെങ്തനിങ്, ബയോമെക്കാനിക് കറക്ഷൻ ആൻഡ് പ്രൊപ്രിയോസെപ്ഷൻ ട്രെയിനിങ്. ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങളുടെ ഗേറ്റ് പാറ്റേൺ അനലൈസ് ചെയ്യും, അതായത് നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യും. നിങ്ങളുടെ പോസ്റ്ററിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള എക്സസൈസസ് പറഞ്ഞു തരും. നിങ്ങളുടെ കാലിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും നിങ്ങളുടെ ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനുമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യും. സോ ഫ്ലാറ്റ് ഫുട്ട് ഇഗ്നോർ ചെയ്യരുത്. ഉടനെ ഒരു ഫിസിയോനെ കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പോസ്റ്റർ ഇംപ്രൂവ് ചെയ്യാം, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടും. ഹാപ്പി ഫീറ്റ് ഈസ് ഹാപ്പി യു.